ഓഫറിൻ്റെ പുറകെ പോണ മലയാളികൾക്ക് പറ്റുന്ന നഷ്ടങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഒരു ദിവസത്തെ വേതനം 1000 രൂപയാണ്. അപ്പം ഞാൻ ഒരു ദിവസത്തെ പണി കളഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു 1000 രൂപയുടെ സാധനമാണെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ വേതനം അവിടെ നഷ്ടപ്പെട്ടു പോയി. ശരിയല്ലേ? ഞാൻ മിനിമം ഒരു 10000 രൂപയുടെ എങ്കിലും പർച്ചേസ് ചെയ്യും അവിടെ നിന്ന് ഓഫറിന് വേണ്ടി. ശരിയല്ലേ? ഒന്ന് ആലോചിക്കുക, ഞാൻ പർച്ചേസിന് വരുമ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഫുള്ളായിട്ടാണ് കൊണ്ടുവരുന്നത്. ശരിയാണ്. അപ്പോൾ എനിക്ക് വണ്ടിയിൽ എണ്ണ അടിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു വരാം. ഒരു മിഡിലുള്ളവരാണെങ്കിൽ ഈ പൈസ അവരെ കൈ കാണത്തില്ല. ഒന്നിലെ ഗോൾഡ് കൊണ്ട് പണയം വെക്കും, അല്ലെങ്കിൽ അവൻ ആരെയും നിന്ന് പലിശക്കെടുക്കും. അപ്പോൾ അവനിക്ക് വമ്പൻ നഷ്ടങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓഫറിൻ്റെ പുറകെ പോകുമ്പോൾ ശ്രദ്ധിക്കുക കാര്യങ്ങളെല്ലാം. നിങ്ങൾ മേടിക്കേണ്ടെന്നല്ല ഞാൻ പറയാം, മേടിക്കാം. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് ആ ദിവസം നമുക്ക് ലീവ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ആ ഒരു ദിവസം കളയാം. അല്ലാതെ ഓഫറിൻ്റെ പുറകെ പോയാൽ നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും. 1500 രൂപയുടെ സാധനം നിങ്ങൾക്ക് 750 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ വേതനം 1000 രൂപ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 250 രൂപ നഷ്ടമാണ് വരുന്നത്. കാരണം നിങ്ങൾ ഒരു ദിവസം ജോലിക്ക് പോകുന്നില്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ 750 രൂപയുടെ സാധനം അല്ലെങ്കിൽ 1500 രൂപയുടെ സാധനമല്ല മേടിക്കുന്നത്. അവിടുന്ന് മിനിമം ഒരു 10000 രൂപയുടെ സാധനമെങ്കിലും നിങ്ങൾ മേടിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾ ആ തിക്കിലും തിരക്കിലും നിങ്ങളുടെ സമയം ഒരുപാട് വേസ്റ്റ് ആകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ഓഫറിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസമല്ല 2 ദിവസം പോലും പണിക്ക് പോകാൻ പറ്റത്തില്ല. ശരീരം വേദന കാരണം കിടന്നു പോകും. മനസ്സിലായോ? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്.